ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, വൈജയനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാണ്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഹോം നേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഹോം നേഴ്സിന് പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ പോയിട്ട് വൈജയോട് സംസാരിക്കാൻ പോണ സമയത്ത് വൈജ പറയുന്നുണ്ട്, നിങ്ങൾ ഈസി ആയിട്ട് തന്നെ കടപ്പാട്ടൂർക്ക് കടത്തിക്കൊണ്ടുപോകാൻ വിചാരിച്ചോ, പക്ഷെ അത് നടക്കില്ല. ഇപ്പം മനസ്സില്ല വൈജ ആരാന്ന് മനസ്സിലായില്ലേ? വൈജ കൈകൊണ്ടും കാലുകൊണ്ടൊന്നല്ല തീരുമാനം എടുക്കണത്, വൈജ ബുദ്ധി കൊണ്ടാണ്. ആ ബുദ്ധിക്ക് ഇപ്പം തൽക്കാലം ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കടപ്പാട്ടൂരിലേക്ക് വരില്ല, അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരി ശരണ്യം കൊണ്ട് വരുന്നുണ്ട്. ശരണ്യ വെള്ളമൊക്കെ ചോദിക്കുന്നുണ്ട്, കാറിൽ വെച്ചിട്ട് അവൻ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ റൂമിലേക്ക് എത്തിയിട്ട്, ആരുമില്ലാത്ത വീട്ടിലേക്ക് എത്തിയിട്ട് അവൾക്ക് ജ്യൂസിൽ മയക്കമരുന്നൊക്കെ കലക്കി കൊടുക്കുന്നുണ്ട്. ആ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല, തല വല്ലാതെ തിരിയണ പോലെ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, വായെന്നാൽ പോയി ഉള്ളിൽ പോയി കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ശരണ്യനെ പിടിച്ചും കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും രോഹിത്തിനെ കൊടുക്കാനുള്ള എല്ലാ പരിപാടിയും നമ്മുടെ ഹരി അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും അവനെ രക്ഷിക്കാൻ അലീന എത്രയും പെട്ടെന്ന് അവിടെ എത്തും. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.